നമസ്തേ. ഓം ഗും ഗുരുഭ്യോ നമ. ഗംഗണപതയേ നമ. സംസരസ്വത്യേ നമ. ഓം ഷടാനനായ നമ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമ ശിവായ. ഓം ബ്രഹ്മാണം ശൂലപാണിം ഹരിം അമരപതിം ഭാസ്കരം സ്കന്ദമിന്ദും വിഷ്ണും വന്യം ധനേശം വരുണമപിയമം ധർമ്മമാര്യാൻ ഫണീന്ദ്രാൻ ദേവാൻ ദേവീ സമേതാൻ ഗ്രഹമുനി പിതൃഗോ പക്ഷി നക്ഷത്രയക്ഷാൻ ത്രൈലോക്യസ്ഥാൻ സമസ്താൻ സകല പരിവൃതാൻ സർവഭൂതൈ നമാമി. എല്ലാ സജ്ജനങ്ങൾക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ അജയൻ ശാന്തി കടയ്ക്കൽ. ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം അശ്വതി നക്ഷത്രത്തെക്കുറിച്ചും നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ചും അവർ ദോഷപരിഹാരത്തിനായി അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമാണ്. അശ്വതി നക്ഷത്രക്കാരായവർ ഇത് സശ്രദ്ധം കേൾക്കുകയും ദോഷപരിഹാരാദികൾ ചെയ്ത് ജീവിത വിജയം നേടുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആകാശമണ്ഡലത്തിൽ കുതിരയുടെ മുഖം പോലെ 3 നക്ഷത്രങ്ങൾ കാണുന്നതിനെയാണ് അശ്വതി നക്ഷത്രം. ഇതിന് അശ്വനി എന്നും പേര് നാമധേയം വരുന്നുണ്ട്. കുതിരയുടെ മുഖം പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മൃഗം കുതിരയും കാഞ്ഞിരം വൃക്ഷവും പുള്ള് പക്ഷിയും മരീചി ഗോത്രവും ബ്രാഹ്മണ വർണ്ണവും പൃഥ്വി ഭൂതവും പുരുഷ നക്ഷത്രവും ദേവഗണവുമാണ് അശ്വതി നക്ഷത്രക്കാർ. അശ്വതിയുടെ ആദ്യത്തെ 15 നാഴികയിൽ ജനിക്കുന്നവർക്ക് ഗണ്ഡാന്ത ദോഷമുള്ളതായിട്ട് പറയുന്നുണ്ട്. ഗണ്ഡാന്ത ദോഷത്തിൽ ജനിക്കുന്നവർ മാതാപിതാക്കളെ അകന്നു കഴിയേണ്ടി വരും എന്നും ആചാര്യന്മാർ സൂചിപ്പിക്കുന്നു. പിതാവിന് ദോഷം വരും എന്നുള്ളതും ആചാര്യന്മാർ പറയുന്നുണ്ട്. അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവരെപ്പോഴും ഊർജ്ജസ്വലരും കർമ്മനിരതരും അവരവർ ഏർപ്പെടുന്ന പ്രവൃത്തിയിൽ സദാ ജാഗരൂകരുമായിരിക്കുന്ന ഒരു പ്രകൃതമാണ് അശ്വതി നക്ഷത്രത്തിലുള്ള മിക്കവാറും പേരിൽ കണ്ടുവരുന്നത്. ഇവർ പല വിഷയങ്ങൾ ആയി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും അറിവുള്ളവരായിരിക്കും. പല വിഷയങ്ങളും പഠിക്കുകയും പല മേഖലകൾ വ്യാപരിക്കുകയും ചെയ്യുന്നവരാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച മിക്കവാറും ആളുകൾ. ഇവർ എല്ലാ കാര്യത്തിനും ഒരു ധൃതി ഇവരുടെ പ്രവർത്തനങ്ങളിൽ കണ്ടുവരാറുണ്ട്. ഏർപ്പെടുന്ന കാര്യം പൂർത്തിയാക്കാനും ഭംഗിയായി നിറവേറുന്നതിനും വേണ്ടിയിട്ട് ഒരു അമിതമായിട്ടുള്ള ധൃതിയും ആ കാര്യത്തിൽ തൻ്റെ സഹവർത്തികളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുകയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല സഹവർത്തികൾ പെരുമാറുന്നതെങ്കിൽ അവരോട് കയർക്കുവാനും അശ്വതി നക്ഷത്രക്കാർ മടിക്കുകയില്ല. കാരണം ലക്ഷ്യബോധമാണ് അവർക്ക് പ്രധാനമായിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള മാർഗം അവർ ആ തടസ്സങ്ങൾ നീക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അശ്വതി നക്ഷത്രക്കാരുടെ പ്രത്യേകത. എന്നാൽ അമിതമായിട്ടുള്ള ധൃതി, കാര്യങ്ങളിൽ മുൻപിൻ വിചാരിക്കാതെയുള്ള എടുത്തുചാട്ടം എന്നിവ അശ്വതി നക്ഷത്രക്കാർക്ക് പലപ്പോഴും ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ അശ്വതി നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കുക. എടുത്തുചാട്ടവും ധൃതിയും അസാധാരണമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ധൃതിയും ജീവിതത്തിൽ പല പരാജയങ്ങളും വരുത്തും എന്നുള്ളത് അവർ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒപ്പം സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും കൂടി നമ്മൾ അവരുടെ പാർശ്വവർത്തികളായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും ജീവിതത്തിൽ അടുക്കും ചിട്ടയും വേണമെന്ന് നിഷ്കർഷിക്കുന്നവരാണ്. സ്വന്തം കാര്യത്തിൽ അത് അത്ര തന്നെ ശ്രദ്ധിക്കാറില്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിലും നമ്മൾ ജോലിയെടുക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ അടുക്കും ചിട്ടയും വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ. അതുപോലെ തന്നെ ആശ്രിതരായിട്ടുള്ളവർ, നമ്മെ ആശ്രയിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ സഹായികളായിട്ടുള്ള ആൾക്കാർ സഹായം അഭ്യർത്ഥിച്ച് വന്നാൽ മുൻപിൻ നോക്കാതെ എന്ത് സഹായവും അകമഴിഞ്ഞ് ചെയ്യുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ. ഈ ഒരു സ്വഭാവം മുതലെടുക്കുന്നവർ ധാരാളമായിട്ടുണ്ട് എന്നുള്ളത് അശ്വതി നക്ഷത്രക്കാർ മനസ്സിലാക്കി പെരുമാറേണ്ടതാണ്. ഒപ്പം ഇത്തരം സാഹചര്യങ്ങൾ അമളി പറ്റുവാനും ചതിക്കപ്പെടുവാനുമുള്ള സാഹചര്യം ഈ അമിതമായിട്ടുള്ള സഹായ സന്നദ്ധത കൊണ്ട് അവർക്ക് വന്നു ചേരാവുന്നതാണ്. അർഹരെ സഹായിക്കുക, അത് ഒരു പരിധിയിൽ നിന്നുകൊണ്ട് മാക്സിമം സഹായിക്കുന്നത് നന്ന് തന്നെയാണ്. അനർഹരായിട്ടുള്ളവരുടെ
സഹായങ്ങൾക്ക് പുറകെ പോകാതിരിക്കുന്നത് വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് മറ്റൊന്ന് പറയാനുള്ളത്. അവരെ പിണക്കിയാൽ, അവർക്ക് ദേഷ്യം വരികയാണെങ്കിൽ ആ പ്രതികാരം അവർ വീട്ടിയെ അടങ്ങൂ എന്നുള്ള ഒരു ഇതുകൂടിയുണ്ട്. സാമാന്യേന എല്ലാ കാര്യത്തിലും വിജയിക്കണം, ഒന്നാമതെത്തണം എന്നുള്ള ഒരു മനോഭാവം അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവേ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവർ അതിന് വിരുദ്ധമായിട്ട് തൻ്റെ ഇഷ്ടത്തിനും തൻ്റെ സ്വഭാവത്തിനും വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ എതിർത്ത് സംസാരിക്കുന്നവരോട് വൈരാഗ്യം വെച്ച് പുലർത്താറുണ്ട് എന്നുള്ളതും തക്ക സമയത്ത് അതിന് പ്രതികാരം വീട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഇവർ ഭരണാധികാരിയെപ്പോലെ സ്വേച്ഛാധിപതികളെപ്പോലെ പെരുമാറുന്നു എന്നുള്ള പരാതിയും ഉന്നത തലത്തിൽ ഇരിക്കുന്ന അശ്വതി നക്ഷത്രക്കാരെ പറ്റി സബോർഡിനേറ്റ്സ് ആയിട്ടുള്ളവർ പറയുവാൻ ഇടയുണ്ട്. അതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ദാമ്പത്യകാരകനായിട്ടുള്ള ശുക്രന് അഷ്ടമാധിപത്യം കൂടി ഉള്ളതുകൊണ്ട് പല അശ്വതി നക്ഷത്രക്കാർക്കും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അക്കാര്യം വളരെ ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും സംയമനം പാലിക്കുകയും പല നിഷ്ഠകൾ ദാമ്പത്യ ജീവിതത്തിൽ വരുത്തുകയും ചെയ്യേണ്ടത് അശ്വതി നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെട്ടാൽ ദുഷ്കരമാണ് തിരിച്ചു വരാൻ. അശ്വതി നക്ഷത്രക്കാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലഹരി അതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പരമാവധി നിൽക്കുക എന്നുള്ളത് അവർ ശ്രദ്ധിക്കുക. അശ്വതി നക്ഷത്രക്കാർക്ക് 33 വയസ്സ് വരെ ക്ലേശാനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് 58 അകത്ത് ഉള്ള ഒരു സമയവും കുറച്ച് ദുരിതാനുഭവങ്ങൾ ഉണ്ടാകാം. അതിനുശേഷമുള്ള സമയം വളരെ ഗുണകരമായിരിക്കുകയും വിശ്രമ ജീവിതം നയിക്കുവാനും സ്വത്തുവകകൾ ഉണ്ടാകുവാനും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാനും ഒക്കെയുള്ള നല്ല സമയങ്ങൾ ആ സമയം മുതലാണ് മിക്കവാറും അശ്വതി നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നത്. അതുവരെ പ്രയത്നവും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉള്ള പ്രയത്നവും സാഹസ പ്രവൃത്തികളും എല്ലാം തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുശേഷം അവർക്ക് ഗുണാനുഭവങ്ങൾ വരും. ദശാനാഥൻ കേതുവായതുകൊണ്ട് ചാമുണ്ഡി ദേവിയെയും ഗണപതി ഭഗവാനെയും ജീവിതാവസാനം വരെയും പ്രീതിപ്പെടുത്തി അവരെ പ്രാർത്ഥിച്ചും ഇഷ്ടവഴിപാടുകൾ നടത്തിയും മുന്നോട്ട് പോകുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിത വിജയം തരും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അവരനുഷ്ഠിക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ രാശിനാഥൻ ചൊവ്വ ആയതുകൊണ്ട് സുബ്രഹ്മണ്യ ഭഗവാന് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ ഭജനവുമെല്ലാം ഇവർക്ക് ജീവിതത്തിൽ ഉള്ള ദുഃഖ ദുരിതങ്ങളെയും മാറ്റി ഗുണാനുഭവങ്ങൾ ധാരാളമായി കൊണ്ട് കൊടുക്കുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മേടൻ രാശിക്കുള്ള ഒരു യൂണിഫോം ധരിച്ചുള്ള പ്രവർത്തനങ്ങൾ, പോലീസ്, പട്ടാളം മുതലായവ ഉള്ള അത്തരത്തിൽ ബന്ധപ്പെടാവുന്ന ജോലികൾ, അതുപോലെ തന്നെ കൃഷി, ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം അശ്വതി നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയായിട്ട് ശോഭിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. കാർത്തിക, മകയിരം, പുണർദം, ചിത്തിര, വിശാഖം, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങളുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, ഈ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യുക, ഈ നക്ഷത്രക്കാരോടുള്ള പാർട്ട്ണർഷിപ്പ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധാപൂർവം ഒഴിവാക്കേണ്ടതാണ് എന്നുകൂടി ശ്രദ്ധിക്കുക. അശ്വതി നക്ഷത്രക്കാർക്ക് ചുവപ്പ് നിറം അനുകൂല നിറമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ചെമ്പവിഴവും വൈഡൂര്യവും ഭാഗ്യരത്നങ്ങളായിട്ട് ധരിക്കാവുന്നതാണ്. അശ്വതി നക്ഷത്രക്കാരുടെ ദേവത അശ്വനി ദേവന്മാരാണ്. അശ്വനി ദേവന്മാരെ പ്രാർത്ഥിക്കുന്നതും ഓം അശ്വനി കുമാരഭ്യം നമ എന്ന് നിത്യവും പ്രാർത്ഥിക്കുന്നതും അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. എല്ലാ അശ്വതി നക്ഷത്രക്കാർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.